കമ്മിയായ അച്ഛൻ. അംബാനിയുടെ 5000 കോടി മുടക്കിയിട്ടുള്ള ഈ കല്യാണം അത് വെറും ദൂർത്താണ്. അല്ല, അച്ഛനെങ്ങനെയാ എന്നെ കെട്ടിച്ചു വിടാൻ പോണത്? അതാ, അത് നമുക്കുള്ളതെല്ലാം വിറ്റ് പെറുക്കി ഒരു 50 ലക്ഷം രൂപ ഒപ്പിക്കണം. എന്നിട്ട് മോളെ കെട്ടിച്ചു വിടണം. ആ, ബെസ്റ്റ്. കമ്മിക്കുഞ്ഞുങ്ങൾ സാധാരണ ദിവസങ്ങളിൽ പള്ളിയല്ല പണിയണം, പള്ളിക്കൂടമായിരം. കമ്മിക്കുഞ്ഞുങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരാണ് അവിടെ നിസ്കരിക്കുന്നതിന്റെ തടസ്സം നിൽക്കുന്നത്? വിടറാവന്റെ വീട്ടിലേക്ക് ഒരു ഇന്നോവ കാറ്. ഒരു ശരാശരി കമ്മി ജീവിതം. ഏതെങ്കിലും 2 മതവിഭാഗങ്ങൾ തമ്മിൽ എന്തെങ്കിലും തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ അവരെ പരമാവധി തമ്മിലടിപ്പിച്ച് ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയില്ലെങ്കിൽ നമുക്ക് ഒരു സുഖം ഉണ്ടാവൂല. അങ്ങനെ നമ്മുടെ കുത്തിത്തിരിപ്പ് വർക്കായി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. നിർമ്മല കോളേജും മസ്ജിദും തമ്മിൽ ഇത്രയും ദൂര വ്യത്യാസമേ ഉള്ളൂ. ഏകദേശം ഒരു 30 മീറ്റർ പോലും ഇല്ല. ഇന്ത്യയെ പെൺകുട്ടികൾ അവിടെ പോവാത്ത ഇത് വേറെ കുത്തിത്തിരിപ്പല്ലേ? നിങ്ങൾ പറ, സ്ത്രീകളെ ശബരിമലയെ കയറ്റണം എന്ന് വാശി പിടിച്ച ഒരു ഡാഷ് മക്കളും പെൺകുട്ടികളെ മസ്ജിദിൽ കയറ്റണമെന്ന് ഇതുവരെ പറഞ്ഞു നമ്മൾ കേട്ടിട്ടില്ല. ഇതിനാണ് പറയണത് മൾട്ടിപ്പിൾ ഫാദർ ഡിസോർഡർ എന്ന്. എന്താ, ശരിയല്ലേ? 5000 കോടി മുടക്കിക്കൊണ്ടുള്ള അംബാനി കല്യാണം പാവപ്പെട്ടവരോടുള്ള വെല്ലുവിളി എന്ന് ബിനോയ് വിശ്വം. അല്ല, എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അംബാനിയുടെ കാശുകൊണ്ട് അംബാനിയുടെ ഇഷ്ടത്തിന് നടത്തുന്ന കല്യാണത്തിന് ഇവനൊക്കെ എന്നാത്തിന്റെ ചൊറിച്ചിലാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇന്നത്തെ മലയാള മനോരമ പത്രത്തിന്റെ മുൻ പേജിൽ ഒരു ചിത്രമുണ്ട്. ഭരണഘടന സംരക്ഷിക്കണം എന്നും പറഞ്ഞ് കുറച്ച് അണ്ണന്മാര് ഈ ഭരണഘടനയെ പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രം. നമ്മുടെ രാഹുൽ ഗാന്ധി അണ്ണൻ എവിടെ പോയാലും ഇപ്പോൾ ഈ ഭരണഘടനയെ പൊക്കി പിടിച്ചാണ് പോകുന്നത്. ഇതിൻ്റെ അകത്ത് തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ പത്രത്തിന്റെ മുകളിൽ വലതുവശത്തായിട്ട് വേറൊരു കാര്യം കൂടി എഴുതി വെച്ചിട്ടുണ്ട്. ഇവരുടെയൊക്കെ മുത്തശ്ശി നമ്മുടെ ഇന്ദിരാഗാന്ധി അമ്മൂമ്മ 49 വർഷം മുമ്പ് അടിയന്തരാവസ്ഥ കൊണ്ടുവന്നതിന്റെ 49ാം വാർഷികമാണ് ഇന്ന്. ഏത്? ഈ ഭരണഘടനയെ കാറ്റിൽ പറത്തിയതിന്റെ 49ാം വാർഷികം. എന്തൊരു വിരോധാഭാസം അല്ലേ? കേരളം വിഭജിക്കണം എന്ന ആവശ്യമുയർന്നാൽ അവരെ തെറ്റു പറയാനാകില്ല എന്ന് സമസ്ത. പുതിയ സംസ്ഥാനം വേണം, പുതിയ രാജ്യം വേണം എന്നൊക്കെ പറയുന്ന ഞമ്മന്റെ ആൾക്കാർക്ക് ഒരു ഉപദേശം തരാം. 1947 പോലെ നെഹ്റുവും ഗാന്ധിയും ഒന്നുമല്ല ഇന്ന് രാജ്യം ഭരിക്കുന്നത്. മോദിയും അമിത്ഷായും ഒക്കെയാണ്. പോരാത്തതിന് അജ്ഞാതർ പൂണ്ടു വിളയാടുന്ന കാലം കൂടിയാണ് ഇത്. അവർക്ക് പണിയുണ്ടാക്കി വെക്കരുത്. അവസാനം നിങ്ങൾ പണ്ട് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കുമെതിരെ മുദ്രാവാക്യം വിളിച്ചതുപോലെ നിങ്ങളുടെ വീട്ടിലെ താത്തമാർക്ക് അവലും മലരും കുന്തിരിക്കയോ ഒന്നും വാങ്ങിവെക്കേണ്ട ഗതികേട് ഉണ്ടാവാതിരിക്കട്ടെ. അല്ല, പറഞ്ഞതേ ഉള്ളൂ, ബാക്കി നിങ്ങളുടെ ഇഷ്ടം. മഹാരാജാസ് കോളേജിൽ ജെൻഡർ സൗഹൃദ ശുചിമുറികൾ. കൊള്ളാം, നല്ല ആശയം. പക്ഷേ ഈ സൗഹൃദം ഇത്തിരി കൂടിപ്പോയാൽ കോമഡിയാകും. കോളേജ് ക്യാമ്പസിനകത്ത് ഗൈനക്കോളജി വിഭാഗം കൂടി തുടങ്ങേണ്ടി വരും. കൂടെ ക്യാമ്പസിനകത്ത് ഒരു മെഡിക്കൽ സ്റ്റോർ കൂടി തുടങ്ങിയാൽ ഗംഭീരമാകും. ആവശ്യമുള്ള സാധനങ്ങളും മരുന്നുകളും വാങ്ങാൻ ക്യാമ്പസിന് പുറത്തേക്ക് പോകണ്ടല്ലോ. അങ്ങനെയായാൽ എല്ലാം അടിപൊളിയാകും. എന്തായാലും സംഗതി ഉഷാറാവട്ടെ. കല്യാണം നടക്കുന്ന വീട്ടിൽ ചില അമ്മാവന്മാരുണ്ട്. കല്യാണം നടക്കാതിരിക്കാൻ അവർ പഠിച്ച പണി 18ഉം നോക്കും. എന്നിട്ട് ഈ പാരകളൊന്നും ഏൽക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കല്യാണ വീട്ടിലെ മെയിൻ ആളായിട്ട് ഒരു ചമയലാണ് ഈ അപരാധങ്ങൾ. ഞാൻ ഇപ്പോ ഇതിവിടെ പറയാൻ കാരണം എന്താണെന്ന് ചിലർക്കെങ്കിലും മനസ്സിലായി കാണും. ആ കാര്യം എന്താണെന്ന് മനസ്സിലായെങ്കിൽ, അത് ആരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് എന്ന് മനസ്സിലായെങ്കിൽ താഴെ കമന്റ് ചെയ്യും. ശുഭദിനം. ഇവരുടെ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്കും കുറച്ച് ഫെമിനിസ്റ്റുകൾക്ക് അറിയേണ്ടത് രാധിക ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും എന്നതാണ്. എന്താ അല്ലേ? സർക്കാരിന്റെ തോട്ടിലെ ടണലിൽ കുടുങ്ങിയാലും സർക്കാർ ആശുപത്രിയിലെ ലിഫ്റ്റിൽ കുടുങ്ങിയാലും ഇവിടെ നമ്മളെ കണ്ടെത്തണമെങ്കിൽ 2 ദിവസം വേണം. എന്താ അല്ലേ നമ്പർ 1 കേരളത്തിന്റെ ഒരവസ്ഥ?
നമസ്കാരം. അവലും മലരും കുന്തിരിക്കത്തിന് ശേഷം ഞമ്മന്റെ ആൾക്കാരുടെ പുതിയ നാടകം ഞമ്മക്ക് നിസ്കരിക്കാൻ ഒരിടം. 30% ഇങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ട് നമ്മൾ എന്തൊക്കെ കാണേണ്ടി വരും? ഇനിയും ജനങ്ങൾ ഉണർന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തില്ലെങ്കിൽ ഭാരതം ഒരു സിറിയയോ അഫ്ഗാനിസ്ഥാനോ ആകുന്ന കാലം വിദൂരമല്ല. ക്ലാസ് മുറിയിൽ നിസ്കരിക്കാൻ അനുവദിച്ചില്ല. പ്രിൻസിപ്പലിനെ തടഞ്ഞുവെച്ച് ഒരു പ്രത്യേക വിഭാഗം വിദ്യാർത്ഥികൾ. സംഭവം മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ. അതിന് നിർമ്മല കോളേജ് വല്ല മദ്രസയോ മറ്റോ ആക്കിയോ? ഇല്ലല്ലോ. പ്രാർത്ഥിക്കാൻ മുട്ടുന്നവർ അതിനുള്ള സ്ഥലങ്ങളിൽ പോണം. നിസ്കരിക്കണം എന്നുള്ള പെൺകുട്ടികൾക്ക് അടുത്തുള്ള മോസ്കിൽ പോയി നിസ്കരിച്ചാൽ പോരെ? അയ്യോ, അത് പറ്റില്ല. ഞമ്മന്റെ പള്ളിയില് പെൺപിള്ളേരെ കേറ്റൂല. അത് മറ്റുള്ളവരുടെ കുഴപ്പമാണോ? മാറേണ്ടത് നിങ്ങൾ തന്നെയല്ലേ? മാറേണ്ടത് നിങ്ങളുടെ 6-ാം നൂറ്റാണ്ടിലെ ചിന്താഗതികളും രീതികളും അല്ലേ? ശരിയല്ലേ? അയ്യോ, ഞമ്മക്ക് മാറാൻ പറ്റൂല. ഞമ്മക്ക് വേണ്ടി ബാക്കി എല്ലാവരും മാറിക്കൊള്ളണം. അതാണ് ഞമ്മന്റെ ലൈഫ്. പെൺകുട്ടികളെ മോസ്കിൽ കയറ്റില്ല എന്നതാണ് കോളേജിൽ ഈ സമര നാടകം നടത്താനുള്ള പ്രധാന കാരണം. അങ്ങനെയെങ്കിൽ ആ മോസ്കിൽ സമരം നടത്തി പെൺകുട്ടികൾക്ക് അവിടെ പ്രവേശനം അനുവദിപ്പിക്കുന്നതല്ലേ ഹീറോയിസം? ഒരു മാനേജ്മെന്റ് സ്കൂളിന്റെ ഉദ്ഘാടനത്തിന് ഗണപതി ഹോമം നടത്തിയതിന് അവിടേക്ക് സമര കോലാഹലങ്ങളുമായി പോയ കുറച്ചു പേരുടെ നാടാണ് ഇതെന്ന് കൂടി നമ്മൾ ഓർക്കണം. അന്ന് അവിടേക്ക് സമരവും കോലാഹലങ്ങളും ഒക്കെയായി പോയ വരാഹത്തിലുണ്ടായ ശ്വാന സന്തതികളൊന്നും ഈ സംഭവങ്ങളൊന്നും അറിഞ്ഞിട്ടേയില്ല. നിർമ്മല കോളേജ് ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജാണ്. അവിടെ പഠിക്കുമ്പോൾ അവരുടെ നിയമങ്ങളും രീതികളും പാലിക്കാൻ പറ്റുന്നവർ മാത്രം അവിടെ പഠിക്കുക. അല്ലാത്തവർ അങ്ങോട്ട് പോകണ്ട, അവിടെ പഠിക്കുകയും വേണ്ട. ആ ക്യാമ്പസിൽ തന്നെ പഠിക്കുകയും വേണം. അവർക്ക് 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃത നിയമങ്ങൾ ആ ക്യാമ്പസിന് നേരെ അടിച്ചേൽപ്പിക്കുകയും വേണം എന്ന് പറയുന്നതിനോട് യോജിക്കാനാകില്ല. ഇത്തരം രീതികൾ നിർബന്ധമാണ് എന്നുള്ളവർ അത്തരം രീതികളുമായി മുന്നോട്ട് പോകുന്ന ക്യാമ്പസുകളിൽ മാത്രം പഠിക്കാൻ പോവുക. ശുഭദിനം. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നിസ്കാരമുറി വേണ്ടവർ കാലിക്കറ്റ് ഫറൂഖ് കോളേജിൽ ഒരു പൂജാമുറിയും ചാപ്പലും നിർമ്മിച്ച് മാതൃക കാണിക്കുക. അതല്ലേ ഹീറോയിസം? അതല്ലേ സമത്വം? അതല്ലേ മതേതരത്വം? എന്താ, ശരിയല്ലേ?